കാസിരംഗ നാഷണൽ പാർക്കിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ അതിൻ്റെ ഗേറ്റ് കഴിഞ്ഞു. നാഷണൽ പാർക്കിന്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതുവരെ ആയിട്ട് ഒരു മൃഗങ്ങളെ കാര്യങ്ങളെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇതിന്റെ മുമ്പ് വന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കണ്ടാമൃഗത്തിനൊക്കെ ചിലപ്പോ കാണാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ. പക്ഷെ ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആന അതുപോലത്തെ മൃഗങ്ങളൊക്കെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നിനും കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇതിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോ. ഒരു തുളഞ്ഞു കയറുന്ന സൈസ് തണുപ്പാണ്. കുറച്ച് സമയമായിപ്പോ ഇങ്ങനെ ഇതേപോലെ യാത്ര ചെയ്യാൻ തുടങ്ങി. ഒരു മൃഗത്തിന് ഇതുവരെയായിട്ട് കണ്ടിട്ടേ അല്ല. സ്പീഡൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഇവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊരു ചന്തയൊക്കെ ഉണ്ടല്ലോ. അവിടെ ഒരു കണ്ടാമൃഗം ഉണ്ട് കേട്ടോ. അതിങ്ങനെ ചെറുതായിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ദൂരത്താണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ കാഴ്ച. ഇതും പിന്നെ ഈ കാസിരംഗയിൽ മാത്രമേ ഇതുപോലത്തെ കണ്ടാമൃഗത്തിനെ കാണാൻ കഴിയുള്ളൂ. വേറെ ഇന്ത്യയിൽ എവിടെയും കാണാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. നിലവിലിപ്പോൾ 2 എണ്ണത്തിനെ കാണുന്നുണ്ട് ഇവിടെ. പിന്നെ കുറെ കൊക്കുകൾ, വലിയ വലിയ ടൈപ്പ് കൊക്കുകളാണ് ഉള്ളത്. ഇതാ ആ ഭാഗത്ത് കുറെ മാനുകള്, പിന്നെ കുറെ കൊക്കുകൾ, വലിയ വലിയ കൊക്കുകളൊക്കെ ഉണ്ട്. ഈ കണ്ടാമൃഗത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും ആൾക്കാർ കൂടി നിൽക്കുന്നത്. ഇതുവരെ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷെഡാണ് ഇവിടെ. കാസിരംഗയിൽ ബാഗൂരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടുള്ളത്. ഞാനിവിടെയാണ് ടെന്റ് അടിച്ചത്. ഒരു പെട്രോൾ പമ്പാണ്, തൊട്ടപ്പുറത്തൊരു പെട്രോൾ പമ്പാണ്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ഇവിടെ ടെന്റ് അടിച്ചു പറഞ്ഞു. ഇവിടെ ഒരു ഷെഡാണ്. അപ്പോൾ ഇതിന്റെ ചോട്ടില് ടെന്റ് അടിച്ചു. കുഴപ്പമൊന്നുമില്ല, മഞ്ഞ് തണുപ്പ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ വണ്ടിയിലുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. ഒരുപാട് ലോഡ് ഉണ്ട് ഇപ്പോൾ, കണ്ടില്ലേ, ഫുൾ ലോഡാണ്. അപ്പോൾ ഇവിടുന്ന് ഇനി പാർക്കിൽ പോകണം. പാർക്കിൽ പോവാൻ 7:30 സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞത്. ഇപ്പം 8:30 ഇനി പാർക്കിൽ പോട്ടെ, പിന്നെ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. സഫാരിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കാസിരംഗ നാഷണൽ പാർക്ക് ആൻഡ് ടൈഗർ റിസർവ് അവിടെ എത്തിയിട്ടുണ്ട്. പാർക്കിന്റെ മുന്നിൽ ഒരുപാട് ജിപ്സികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ആളുകളെ കാട്ടിലേക്ക് സഫാരി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ളതാണ്. ആളുകളായി കഴിഞ്ഞാൽ അവർ പോവും. പിന്നെ ഒരു വണ്ടിക്ക് 3000-3500 രൂപയ്ക്കാണ് ഇവർ ചാർജ് ചെയ്യുക. 6 ആൾ വരെ പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 1-2 ആളുകളൊക്കെ ആണെങ്കിൽ മുതലാവില്ല. ഒരു 5-6 ആളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മുതലാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ആകെ ബുദ്ധിമുട്ടാവും. ഞാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ടോ നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പോവുള്ളൂ. അസമിലെ 4 ജില്ലകളിലായിട്ടാണ് കേട്ടോ ഈ പാർക്ക് വ്യാപിച്ച് കിടക്കുന്നത്. പിന്നെ 1092 സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കണ്ടാമൃഗങ്ങളെ കാണാന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. വേറൊരു നാഷണൽ പാർക്കിലും അതുപോലെ ഒന്നും കാണാൻ പറ്റൂല. അപ്പോൾ കണ്ടാമൃഗത്തിനെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം. ആനപ്പുറത്ത് സഫാരി പോവാ, അത് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം മുൻകൂട്ടി ബുക്ക് ചെയ്യണം. അതേമാതിരി ജിപ്സിയിലോ ആനപ്പുറത്തോ എങ്ങനെ വേണേലും പോവാം. മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് അങ്ങനെ പോവാം. അങ്ങനെ ആകുമ്പോൾ കുറച്ച് റേറ്റ് കുറയും. പക്ഷെ കുറച്ച് കാലതാമസം ഉണ്ടാവും. പെട്ടെന്നൊക്കെ വന്ന് ഇങ്ങനെ പോകണമെന്ന് വിചാരിച്ചാൽ നടക്കൂല. ആനപ്പുറത്തൊക്കെ പോകുമ്പോൾ സംഭവം രസവും. കാട്ടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ആനന്റെ പുറത്തൊക്കെ കയറിയിട്ട് ഇങ്ങനെ പോണത്. പക്ഷെ അതിന് പൈസ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ പൈസ നിലവിൽ കുറവുള്ളത്, ജിപ്സി. ഇതിന് തന്നെ ആള് കുറവാണെങ്കിൽ കുറച്ച് റേറ്റ് കൂടും. ഒരു 6 ആളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാവും. അപ്പം പൈസ വളരെ കുറയും. കാട്ടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകാൻ പറ്റിയ വണ്ടി ഇതൊക്കെ തന്നെയാണ് കേട്ടോ. കണ്ടില്ല, അടിപൊളിയായിട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നല്ല സ്റ്റൈലനാക്കിയിട്ടുണ്ട്. ഒരു ഫാമിലിന്റെ കൂട്ടത്തിൽ പോകാനുള്ളൊരു സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതിൽ കയറി പോവാണ്. ഭാഗ്യത്തിന്റെ ഒരു ഫാമിലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 800 രൂപയൊക്കെയാണ് പറയണത്. ഞാനൊരു 700 രൂപയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി എത്ര പറയാന്ന് അറിയില്ല. എന്തായാലും ഇത് കിട്ടിയത് ഭാഗ്യമായി. ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നും ചെയ്തിട്ടുണ്ട്.
കണ്ടാമൃഗത്തിനെ കണ്ടുട്ടോ. വരുന്ന വഴിക്ക് ഇതാ അവിടെ പുല്ലൊക്കെ തിന്നുകൊണ്ട് നടക്കുന്നുണ്ട്. അവിടെ ഒന്ന് പല ഐറ്റംസ് കൊക്കുകളാണ് കേട്ടോ ഇവിടെ. വലിയ വലിയ കൊക്കുകളുണ്ട് കണ്ടില്ലേ, കുറെ കൊക്കുകള്. അതേമാതിരി ഒരു കണ്ടാമൃഗം അവിടെയും കാണാം. ഇതാ അവിടെ ഒന്ന് കിടക്കുന്നുണ്ട് ഒരു കണ്ടാമൃഗം. പലതരം കൊക്കുകളെ കാണാട്ടോ. ഒരു തടാകമാണ് ഇവിടെ. ദാ ഈ വഴി കൂടെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ദാ ഇപ്പുറത്തും തടാകാണ്, വെള്ളക്കെട്ടാണ്. അവിടെയും കുറെ റിനോസറുകളൊക്കെ പിന്നെ പുല്ലൊക്കെ തിന്നുകൊണ്ട് നടക്കുന്നുണ്ട് അവിടെ. ഞാനിപ്പോ ഇതിന്റെ ഏറ്റവും മുകളിൽ കയറി നിൽക്കുക കേട്ടോ. മുകളിൽ കയറി നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ഇതാ കണ്ടില്ലേ, ബാക്കിയുള്ള ആളുകളുണ്ട്. ഒരു ഫാമിലിയാണ് കൂടെ ഉള്ളത്. ഇത് അവരവിടെ തായിരിക്കുന്നുണ്ട്. ആനപ്പിണ്ടൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ആനയൊക്കെ നല്ല ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ബന്ദിപ്പൂര് കാടുകളിലുള്ളത് പോലുള്ള ഒരു ആനകളൊന്നും ഇവിടെ കാണാനല്ല. ബന്ദിപ്പൂര് കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആനകളൊക്കെ കാണാമല്ലോ വൈകുന്നേരമൊക്കെ. പക്ഷെ ഇവിടെ അത്ര ആനകളില്ല. ഇവിടെ മെയിൻ ആയിട്ട് ഇതാണ് റിനോസേഴ്സ്. അവിടെ തൊട്ടടുത്ത് ഒന്നുണ്ട് കേട്ടോ. ഇതാ ഒറ്റപ്പെട്ട് നിൽക്കണ്ടൊന്ന്. തൊട്ടടുത്ത് വലുതൊന്നുണ്ട് കേട്ടോ. ഇതാ ഈ ഓലപ്പുല്ലിൽ ഇതാ പുല്ലൊക്കെ തിന്നോണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും അടുത്ത് കണ്ടത് ഇപ്പൊ ഇവിടെയാണ്. ഇവിടെ മൊത്തം ഓലപ്പുല്ലുകളാണ്. ഈ ഓലപ്പുല്ലിന്റെ ഇടയിലും കുറെ മാനുകൾ അതുപോലെ ഈ കണ്ടാമൃഗത്തിനൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് മാനുകൾ, കണ്ടാമൃഗം, അതുപോലെ കൊക്കുകള്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആണ് ഉള്ളത്. കൊക്കുകളൊക്കെ വലിയ സൈസ് കൊക്കുകളാണ്, നീണ്ട കാലൊക്കെ ഉള്ള ടൈപ്പ് കൊക്കുകള്. പിന്നെ മാനുകള്, അങ്ങനെയൊക്കെയാണുള്ളത്. പിന്നെ കുറച്ച് പക്ഷികള്, കാര്യങ്ങള്, അങ്ങനെയൊക്കെ. പിന്നെ കണ്ടാമൃഗമാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങള്. പക്ഷെ ചില ദിവസങ്ങളിൽ ഇഷ്ടം പോലെ കാണാന്നാണ് ഞാൻ വേറെ ആൾക്കാരൊക്കെ വന്നപ്പോ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ അധികം ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ബന്ദിപ്പൂരൊക്കെ പോയി ഒരുപാട് ആനകളെ അതുപോലെ മാനിനെയൊക്കെ കാണാമല്ലോ. പക്ഷെ അങ്ങനെയൊന്നും ഇവിടെ കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. ഓരോരുത്തരെ യോഗഭാഗ്യം പോലെ ഉണ്ടാവും കാഴ്ചകളൊക്കെ. ഞാൻ എന്തായാലും അധികം കണ്ടിട്ടില്ല. മെയിനായിട്ട് എന്താന്ന് വെച്ചാൽ ഇവിടെ വരെ വന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കയറാതെ പോവുക പറഞ്ഞാല് ഭയങ്കര മോശമായി പോകും. അപ്പൊ പോണ വഴിക്ക് തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടാമൃഗത്തിനൊക്കെ കണ്ടിട്ടുണ്ട്, അതുപോലെ മാനിനെയും വലിയ കൊക്കിനൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് എന്തായാലും ഒന്ന് കയറാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പൊ ഇതിൽ കയറിയിട്ടുള്ളത്. പക്ഷേ കയറി കഴിഞ്ഞാ അധികം ഒന്നും കാണാൻ കഴിയൂല. റോഡ് കൂടെ ഉള്ള അതുപോലെയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കാട്ടിന്റെ ഉള്ളിൽ കൂടെ ഒന്ന് കറങ്ങി കാണാന്ന് മാത്രം. ഇവിടെ കണ്ടാമൃഗത്തിന്റെ ഒരു തലയോട്ടി ഉണ്ട് കേട്ടോ. 2 കണ്ടാമൃഗത്തിന്റെ തലയോട്ടി ഉണ്ട്, അതുപോലെ മാനിന്റെ കൊമ്പുണ്ട്, പിന്നെ ബൊഫല്ലോന്റെ ഒരു തലയോട്ടി. ഇതിന്റെ മുകളിൽ ഒരു ഏറുമാടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു വ്യൂ പോയിന്റ് ആയിട്ട് ഇവിടുന്ന് താഴത്തേക്ക് നോക്കാനൊക്കെ വേണ്ടിയിട്ടേ. അപ്പൊ അതിന്റെ മുകളിലാണ് ഇപ്പൊ കയറി നിൽക്കുന്നത്.
കുറേ ആൾക്കാരുണ്ട് ഇതിൻ്റെ മുകളിൽ കയറി പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുകയാണ്. പലരും ഫോട്ടോ എടുക്കുകയാണ്, ചിലർ ബൈനോക്കുലർ കൂടെ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാജപുക്രി എന്ന് പറഞ്ഞൊരു ക്യാമ്പിലാട്ടോ ഇപ്പോൾ ഉള്ളത്. ഇതൊരു ഇടത്താവളാണ്. ഇവിടെ എല്ലാ വണ്ടികളും വന്നിട്ടുണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനും പിന്നെ ഇവിടുന്ന് ചുറ്റുഭാഗത്ത് കാണാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഇടത്താവളാണിത്. ഒരുപാട് വണ്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. ഇത് അവിടെ ഒന്നിനെ ഒറ്റപ്പെട്ട് കാണുന്നുണ്ട് കേട്ടോ, ഒരു കണ്ടാമൃഗത്തിൻ്റെ. തൊട്ടപ്പുറത്ത് വേറൊന്നുണ്ട്. ഈ കുറച്ചെങ്കിലും മൃഗങ്ങളെ കാണുന്നത് ഈ തടാകത്തിന്റെ വക്കത്താണ് കേട്ടോ. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. പിന്നെ അങ്ങനെ മാനുകൾ അതുപോലെ കണ്ടാമൃഗങ്ങളൊക്കെ ഈ തടാകത്തിന്റെ വക്കത്ത് കൂടെയാണ് കുറച്ചെങ്കിലും കാണാൻ കഴിയുന്നുള്ളൂ. Allowed 32 years a day. കണ്ടമാനം കുരങ്ങുകളുണ്ട് കേട്ടോ ഇവിടെ. കുരങ്ങുകളെ സംസ്ഥാന സമ്മേളനമാണ്. ഇതുവരെയായിട്ട് അധികം കുരങ്ങുകളെ കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഉണ്ട്. അപ്പുറത്തൊരു 2 കണ്ടാമൃഗങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. എന്നാലും കുറേയൊക്കെ കാണാൻ കഴിഞ്ഞു കണ്ടാമൃഗങ്ങളെ. ഈ വഴിക്ക് വരുമ്പോൾ കുറേ ഉണ്ട് എണ്ണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇവിടെ ഇപ്പോൾ 4 ഉണ്ട്. ഇതാ ഇവിടെ 2 ഉണ്ട്, അപ്പുറത്ത് 2 ഉണ്ട്. കുരങ്ങന്മാരെ മൊത്തത്തിൽ വെയിൽ കൊണ്ടിരിക്കുകയാണ് ഇവിടെ. നല്ല തണുപ്പല്ലേ, അപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ട് പോലെ സ്ഥലമുണ്ട്. അവിടെ നല്ല വെയിൽ തട്ടിയപ്പോഴേ ഒക്കെ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ രണ്ടാമത് വേറൊരു സ്ഥലത്തും കൂടി നിർത്തിയിട്ടുണ്ട് കേട്ടോ വണ്ടി. ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാനും കാഴ്ചകൾ കാണാനൊക്കെ വേണ്ടിയിട്ടാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇതാ ബാക്കിൽ അപ്പുറത്തൊരു തടാകമുണ്ട്. പിന്നെ ഇവിടെ എന്തോ ഒരു ആനേൻ്റെ തലയോട്ടി പോലെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതേമാതിരി കണ്ടാമൃഗത്തിൻ്റെ ഉണ്ട്, പിന്നെ ബൊഫല്ലോൻ്റെ ഉണ്ട്. ഇതാണത്. ഇതാണ് ആനേൻ്റെതാണ്. ആനേൻ്റെതാണല്ലോ ഇത്. പിന്നെ അത് കണ്ടാമൃഗത്തിൻ്റെ, അത് ബൊഫല്ലോൻ്റെത്. ജീവനോടൊപ്പം ആനേൻ്റെ പല്ലിൽ ഇങ്ങനെ തൊടാനൊന്നും പറ്റൂല. ഇപ്പം ഒന്ന് തൊട്ട് നോക്കട്ടെ. മൊത്തം ഒരു സെറ്റായിട്ടാണ് കേട്ടോ അതിങ്ങനെ. കുറേ കൊക്കുകളുണ്ട് അങ്ങേ സൈഡിൽ തടാകത്തിൻ്റെ വക്കത്ത് കൂടെ. വലിയൊരു തടാകം കേട്ടോ. ആ മരത്തിൻ്റെ മുകളിൽ കുറേ പക്ഷിക്കൂടുകളുണ്ട്. വലിയ സൈസ് കൊക്കിൻ്റെ ഒക്കെ കൂടുകളൊക്കെ ഉണ്ട് അവിടെ. ഇവിടെ കുറേ ആൾക്കാർ ഈ തലയോട്ടീൻ്റെ അടുത്തൊക്കെ നിന്നുണ്ടേ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടില്ല. ഓ, തലയോട്ടിയൊക്കെ കൊണ്ടുപോകാനുള്ള പരിപാടി ഉണ്ട് അവർക്ക്. ഏതാ പോസ്. ഇതാ കാസിരംഗ നാഷണൽ പാർക്ക് ടൈഗർ റിസർവ് ആണ് കേട്ടോ. ഇത് പിന്നെ യുനെസ്കോന്റെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് 1985 മുതൽ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ കൊല്ലത്തിൽ ഇവിടെ നടപ്പാക്കിയിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2024 ഇതിന് 50 വർഷമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ കൊല്ലത്തിൽ വന്ന മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1030 സ്ക്വയർ കിലോമീറ്റർ ആണ് കേട്ടോ ഇത് ടോട്ടൽ ഏരിയ ഓഫ് കാസിരംഗ ടൈഗർ റിസർവിൻ്റെത്. ബംഗാൾ ടൈഗർ, അതേമാതിരി 1 ഹോൺ റൈനോ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു വാച്ച് ടവർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാലോ. ഇവിടുന്ന് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. തടാകവും അപ്പുറത്ത് പുൽമേടുകളും ഒരുപാട് താറാവുകളും അതുപോലെ കണ്ടാമൃഗങ്ങളൊക്കെ ദൂരെയാണ്, തൊട്ടടുത്തൊന്നും കാണൂല. പിന്നെ ഈ മരത്തിൽ കുറേ പക്ഷിക്കൂടുകൾ, വലിയ വലിയ കൂടുകളൊക്കെയാണ്.
കൂടെ ഉണ്ടായിരുന്നവർ പോയിട്ടോ. അപ്പോൾ ഇതാ പോണ വണ്ടിയിലാണ് അവരുള്ളത്. ഡ്രൈവർ ഇപ്പോൾ ഇവിടെ ഇറക്കിയാണ്ട് പോയി. ഇപ്പോൾ ഇവിടെ കടയിലുണ്ട് എന്ന് പറഞ്ഞു. പൈസ ഒന്നും ഞാൻ കൊടുത്തിട്ടുമില്ല. ആ ഫാമിലീൻ്റെ കൂടെയല്ലേ പോയത്. അപ്പോൾ 700 രൂപ തരാന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഡ്രൈവർ വരട്ടെ പേതല്ല, എന്നിട്ട് പോവാം. ആ ഓക്കെ 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 ഓക്കെ. എന്തായാലും സംഭവം നല്ല രസമായിട്ടോ. പിന്നെ ഈ കണ്ടാമൃഗത്തിനൊക്കെ ഒരുപാട് കാണാൻ കഴിഞ്ഞു. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ട് നല്ല രസമായിരുന്നു. എന്തായാലും കുറെ 2 സ്പോട്ടിൽ നിർത്തി. അവിടുന്ന് തൊട്ടടുത്ത് തടാകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്നൊക്കെ കുറെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആസാമിൽ വരികയാണെങ്കിൽ കാസിരംഗയിൽ വരിക. ഈ വെസ്റ്റേൺ ഗേറ്റ് ആണ് നല്ലത്. രാവിലെ വേണമെങ്കിൽ അങ്ങനെ പോവാം, വൈകുന്നേരം വേണമെങ്കിൽ അങ്ങനെ പോവാം, എങ്ങനെയും പോവാം. പിന്നെ ഒരാൾ 2ആളൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ടീമിൻ്റെ ഒക്കെ ഒപ്പം പോവാം. എന്നാൽ പിന്നെ കുറച്ച് പൈസ കുറയും. അല്ലെങ്കിൽ 3000-3000 ഒക്കെ മുകളിൽ ചിലവ് വരും. 3000 ഒക്കെ എന്തായാലും ആവും. പിന്നെ ആനപ്പുറത്ത് വേണമെങ്കിൽ അങ്ങനെ പോവാം. അത് ഇവിടെ അല്ല, അത് വേറെ ഏതൊരു ഭാഗത്താണ്. അതിന് ബുക്ക് ചെയ്തുകൊണ്ടൊക്കെ അങ്ങനെ പോവാം. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ വരികയാണെങ്കിൽ ഇതിൽ കാണുക, കാസിരംഗയിൽ വരിക, പിന്നെ കണ്ടാമൃഗങ്ങളൊക്കെ കാണുക. 2000 ചില്ലാം പിന്നെ ഇതുണ്ട് എന്നാണ് പറഞ്ഞത്. ഇവിടെ കണ്ടാമൃഗങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് പിന്നെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ പിന്നെ ജീപ്പ് സഫാരിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെസ്റ്റേൺ റേഞ്ച് ബൊഗാരിയിൽ 2000, പിന്നെ സെൻട്രൽ റേഞ്ച് കൊഹാര അത് 2300, വെസ്റ്റേൺ റേഞ്ച് ബുരാപഹർ അത് 2900, ഈസ്റ്റേൺ റേഞ്ച് അഗറത്തലി അറിഞ്ഞത് അത് 3200, പിന്നെ സൈറ്റ് സീയിങ് 1800, ബോട്ടിങ് 2600, പിന്നെ ഹോൾഡിംഗ് പെർ ഹവർ 300. അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓഫീസ് ടൈം വരുന്നത് രാവിലെ 7 മുതൽ 10 വരെയും അതുപോലെ വൈകുന്നേരം 1 മണി മുതൽ 3 മണി വരെ കേട്ടോ. ഇത് വെസ്റ്റേൺ റേഞ്ചിലാട്ടോ. ബൊഗാരി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത്. ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്ഥലം തന്നെയാണ്. വെസ്റ്റേൺ റേഞ്ചാണ് അത്യാവശ്യം നല്ലത് എന്നാണ് പൊതുവെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ കണ്ടാമൃഗത്തിനൊക്കെ കാണാൻ പറ്റണത് ഈ വെസ്റ്റേൺ റേഞ്ചിലാണ്. അപ്പൊ നമ്മളെ സഫാരി പോയ ഡ്രൈവറാണ് കേട്ടോ ഇവിടെ ഉള്ളത്. മുമ്പ് കടയും കൂടി ഉണ്ട്. ഓക്കെ ഓക്കെ. വാഹനം ഉണ്ട്, ജിപ്സി, പിന്നെ അതുപോലെ ഇവിടെ കടയും കൂടി ഉണ്ട്. ബ്രിജേഷ് കുമാർ. I have the on Instagram this one, okay. ID also there. Okay. This one Kaziranga Eco Safari is there. What you can see there. Okay. कितना साल होगा ये गाड़ी पे? मेरा गाड़ी का ड्राइविंग एक्सपीरियंस 6 years minimum. 6 years. അപ്പോൾ 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഫുള്ള് കാണിച്ചു തന്നു. നല്ല അടിപൊളി ഡ്രൈവറാണ്. आप अच्छा लगा आपका साथ घूमने. Thank you. फिर आइएगा. ഓക്കെ താങ്ക് യു. ഓക്കെ. ഇദ്ദേഹത്തിന്റെ കൂടെ ഇനി യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബുക്കിംഗ് ചെയ്യാനുള്ള നമ്പർ, കാര്യങ്ങൾ, ഇൻസ്റ്റാഗ്രാം ID കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അദ്ദേഹത്തിന്റെ കട. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരാം. അല്ലെങ്കിൽ ഒരുപാട് വണ്ടികളുണ്ട്, ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഓക്കെ. അപ്പോൾ ആസാമിൽ വരുന്നുണ്ടെങ്കിൽ ഈ കാസിരംഗ നാഷണൽ പാർക്കിൽ വരിക, കാണുക, ആസ്വദിക്കുക, പോവുക. അപ്പോൾ ബൈ.